ജീവിതം സാക്ഷി. എന്തായാലും ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ ശാരികയ്ക്കും മുത്തപ്പനും സൈക്കോളജിസ്റ്റ് കൗൺസിലർ ഒരു കൗൺസിലിംഗ് കൊടുത്തു. അവരും കുറേ മനസ്സ് തുറന്ന് സംസാരിച്ചു. ശാരിക അവരുടെ വിഷമങ്ങളൊക്കെ ഇവിടെ പറയാത്ത കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു. മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്നു, ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ മുത്തപ്പൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ എല്ലാം മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പാരൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ശാരികയുടെ അച്ഛനും അമ്മയും. അതുപോലെ തന്നെ മുത്തപ്പൻ ഒരു ജ്യേഷ്ഠനെ പോലെ കരുതി സ്നേഹിക്കുന്ന, ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന വ്യക്തി കൊല്ലത്തുനിന്ന്. എന്താ പേര്? ജോൺ അല്ലേ? നിങ്ങൾ ഒരുമിച്ചാണ് കടലിൽ പോകുന്നതൊക്കെ. പിന്നെ ചോദിക്കേണ്ടത് സാർ ശാരികയുടെ പാരൻസിനോടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. കാരണം അവരും ഇത് കാര്യങ്ങളെല്ലാം അനുഭവിച്ചിരിക്കുമല്ലോ. എന്താണ് പറയൂ. ശാരികയുടെ അമ്മയുടെ പേരെന്താ? രാധിക. അദ്ദേഹത്തിൻ്റെ പേര്, അച്ഛൻ്റെ പേര് ശശി. സാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇങ്ങനെയാണ് കൗൺസിലിംഗ് നമുക്ക് മനസ്സിലായത്. കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളെല്ലാം അദ്ദേഹം മനസ്സ് തുറന്ന് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് ഇവിടെ. മനസ്സിലായില്ലേ? എന്ത് പറ്റി? എന്താ ചിരിച്ചത്? മാപ്പ് ചോദിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചു പോയതാ. എന്ത് വെച്ചു സാർ? ഇങ്ങനെ ഒരുപാട് മാപ്പുകൾ പറയുകയും ഒരുപാട് പീഡിപ്പിക്കുകയും ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വിളിക്കുകയും ഒരു 32-35 പ്രാവശ്യം നമുക്ക് മറ്റൊരാളിനെ സന്ധ്യ കഴിഞ്ഞ് ഫോൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അസഭ്യവും പറയും. ഇപ്പം മാറിയെന്ന് സാറേ, അത് സാറേ വിശ്വസിക്കത്തില്ല സാറേ. യവൻ സ്വയമായിട്ട് യവൻ എന്തെല്ലാം പീഡനങ്ങൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സാറേ ഇത് ഞാൻ അന്നേ എന്ന് വെച്ചാൽ ഒരു 4-5 വർഷം മുന്നേ ഇത് ഞാൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും. ഒരു മകളും ഭർത്താവും കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഡോർ അഴിച്ച് മാറ്റണമെന്ന് അതിൻ്റെ പേരൻസ് പറയുന്നുണ്ട്. ആ തള്ളയുടെ എൻ്റെ വൈഫിൻ്റെ മാതാവ് എൻ്റെ അടുത്ത് പറയാം, മോനെ ആ ഡോറ് കതവ് അഴിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കതവ് ഈ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയുടെ 20 ദിവസം പോലും തികയുന്നതിന് മുന്നേ അവൻ്റെ കൂടെ ആ കട്ടിലല്ലേ കിടക്കൂ, ആ കുഞ്ഞിൻ്റെ അടുത്തേ കിടക്കൂ. ഈ ഡോർ അടച്ചിട്ടിട്ട് കണ്ടമാനം ഉപദ്രവിക്കുക. ഇതൊക്കെ എന്ന് പറയാം ഏത് പേരൻസാണ് സഹിക്കുന്നത്? എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല, ഇവരാരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഓരോന്നോരോന്ന് പറയുന്നത്. അതങ്ങനെ ഉപദ്രവിച്ച് കഥ ഡോർ ചെയ്യാൻ അടിച്ച് മാറ്റി വെക്കുകയുണ്ടായി. എല്ലാം ചെയ്തെന്ന് പറയുന്നു. എന്താണ് ചെയ്തത്? ഇവരുടെ വീട്ടിൽ ആരുണ്ട്? ഇവരുടെ വീട്ടിൽ ആരാ ഉള്ളത്? ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഈ കുഞ്ഞിനെ ആരുടെ കൂടെ ഞാൻ വിടണ്ടേ? ഇനി എന്തുദ്ദേശത്തിലാണ് അവൻ്റെ കൂടെ വിടേണ്ടത്? ആരുടെ കൂടെ വിടണ്ടേ? ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടോ? രക്ഷകർത്താക്കളുണ്ടോ? സഹോദരന്മാരുണ്ടോ? ഞാനൊരു തടിപ്പണിക്കാരനാണ്. 500 രൂപ 600 രൂപ ശമ്പളം ഉള്ളപ്പോൾ ആ ശമ്പളമുള്ള സമയത്ത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ 100 രൂപയാണ് തൊഴിൽ പഠിക്കാൻ വരുന്ന ആളിന്. എന്നിട്ട് ആ വീട്ടുകാരൻ എന്നോട് ചോദിച്ചു, കുട്ടാ എന്തോ കൊടുക്കണം? 4-5 പേര് ജോലി ചെയ്യുമോ, എന്തോ കൊടുക്കണം? ഞാൻ പറഞ്ഞ സാറേ ദിനേശിന് ഇന്ന പോലെ 150 രൂപയല്ലേ കൊടുക്കുന്നത്, അതുപാടനുബന്ധിച്ച് കൊടുത്താൽ മതി, അത് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. 500 രൂപ കൊണ്ട് തന്നെ. എൻ്റെ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയിലാണ് തന്നെ, അല്ല അവൻ ജോലിയുടെ സംബന്ധമല്ല. ഇതെല്ലാം ചെയ്താൽ പോലും ഇതൊക്കെ ചെയ്തിട്ട് ഈ പൈസ എല്ലാം കൊണ്ടുവന്നവൻ എവിടെയാ കൊണ്ട് കളയുന്നത്? കാരണം കുറച്ച് പൈസ ആയി കിടന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയിലേക്ക് പിന്നെ പോകത്തില്ല. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഒരു കസേര ഉണ്ടാകും, അത് ഇങ്ങനെ പൊങ്ങി കിടന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആർക്കായി ഈ ഇഡ്ഡലിയും സാമ്പാറും ആർക്കും ഇഷ്ടപ്പെടാത്ത ഗുണം ഇതാണോ? ഇതൊക്കെ ചോദിക്കാന്ന് പറയാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു പൈസ എങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ? എൻ്റെ വീട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടോ? 28 കെട്ടെന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ 28 കെട്ടിന് കൊണ്ട് കെട്ടിയത് വെള്ളിയാല് സ്വർണം പൂശി വെച്ചിട്ട് കൊണ്ട് കെട്ടി. 2.5-3 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു. ഇതും കൊണ്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഒരു പണവട സ്വർണം പോലും ഇല്ല. കരുനോവ് പിടിച്ച കുഞ്ഞുങ്ങളുടെ കൂട്ടായിരുന്നു ആ കുഞ്ഞിരുന്നത്. കരുനോവ് പിടിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കി നിന്ന് കരഞ്ഞു. ഞാൻ വയറും ചാടി ചന്തിയും തേമ്പി ഇങ്ങനെ ഇരിക്കും ഒരു രൂപം. ഞാൻ അതിനെ എന്ത് സന്തോഷത്തെ ഞാൻ വളരെ ഇന്ന് വരെ അതിനെ ഒരു വിഷമിപ്പിക്കാനുള്ള ഇടയാക്കിയില്ല. പക്ഷെ ഇവന് അത്രമാത്രം ദ്രോഹിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഈ തള്ളയും ഇതിൻ്റെ തള്ളയൊക്കെ എന്ന് പറയാൻ വളരെയേറെ ബുദ്ധിമുട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അടിച്ചിട്ട് താഴെ വീണ് കിടന്നിട്ട് എൻ്റെ അമ്മാവിൻ്റെ മകനായിട്ട് സംസാരമുണ്ടായി. എന്നിട്ട് പോലും രാധിക എന്നിട്ട് ഇവൻ്റെ കൈയെല്ലാം കൊണ്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷമുണ്ട്
അകത്തോട്ട് കയറിയിട്ട് ബ്ലേഡ് എടുത്തു വെച്ച് ഇങ്ങനെ സ്വയം അവിടെ എവിടെ അങ്ങ് കീറി വിടുക. അതേപോലെ തന്നെ അടുത്തൊരു ദിവസം എന്ന് പറയുന്നത് പിന്നെ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞത് ഇതിന്റെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ചു, അവന്റെ തലയിൽ ഒഴിച്ചിട്ട് തീപ്പെട്ടി ഇട്ട് കത്തിക്കാൻ, എന്നിട്ട് എന്നെ ജയിലിൽ കയറ്റാൻ. എന്ത് കാര്യത്തിനാ സാറേ? ഞാൻ ആദ്യം മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ 4 മാസത്തിന് ശേഷം ഈ പോകുന്ന എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് 8 മാസം കൂടെ ഇത്രയും ദിവസമായിട്ടും ഈ കുഞ്ഞിനെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ക്ഷേമം അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന വേറൊരു ഭാഷയുണ്ട്, അത് സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ്. മോനെ മോനെ എന്ന് വിളിക്കുന്നതിനോട് അനുബന്ധിച്ച് ഞാനും സഖിയായിട്ട് ചില സമയം ഞാനും അങ്ങ് സമനിലയായിട്ട് വിളിച്ചു പോകും. എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുടെ രഘു എന്ന് പറഞ്ഞ ചോദിച്ചേട്ടാ, നീ ഒരു ചെറുപ്പക്കാരനല്ലയോ, ഈ ഒരു കുഞ്ഞുമില്ലയോ നിനക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഭാഷ എന്ന് പറയുന്നത് എനിക്കോ അത് അവൻ്റെ കുഞ്ഞാ, അപ്പൊ എൻ്റെ കുഞ്ഞല്ലേ. അപ്പൊ എവന് എന്തുദ്ദേശത്തിലാ പറയുന്ന വീണ്ടും അവന്റെ കൂടെ വിടാണ്? അതൊന്ന് ഈ എന്ത് സമതല തെറ്റിയാലും എന്തെങ്കിലും സ്വർണ്ണമൊക്കെ കുഞ്ഞിന്റെ അടുത്ത് കുട്ടിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. 3.5 പവൻ സ്വർണ്ണം ഇട്ടിട്ടാണ്. ആര് കൊടുത്ത സ്വർണ്ണമാണ് ഇത്? ഞാൻ ഇട്ടത് സ്വർണ്ണമാണ്. ആ പ്രസവരക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം ഭർത്തൃഗ്രഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കും. കുഞ്ഞിന്റെ ആൾക്കാർക്ക് ഭർത്തൃഗ്രഹത്തിൽ ആ വീട്ടുകാരും ആ പരിസരവാസികളും എല്ലാം ശ്രദ്ധിക്കണം. പ്രസവക്കൂലി കൊടുക്കുക ഏർപ്പാടുണ്ട്. കൂലി സാറേ, തന്നില്ലെങ്കിൽ പോലും നോക്കാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നുകൂടായോ? ഒരു മനുഷ്യൻ അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ ആരാണ്? പിന്നെ ഇതിനോടനുബന്ധിച്ച് പിന്നെ ചെയ്ത വേറൊരു പണിയുണ്ട്. അവിടെ ചെന്ന് ഒരു 2 മുറിയും ഒരു വാടക പോലെ ഇത് ഒരു 2.5 ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അവന്റെ സഹോദരിയുടെ എന്തോ വിഷയത്തിന് വേണ്ടി 1 ലക്ഷം രൂപ വേണം. അന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. അച്ഛൻ വീട്ടിൽ വന്നു. അന്നത്തെ ആ ഒറ്റ പ്രാവശ്യമാണ് ഞാൻ ചിറ്റോളങ്ങര താമസിക്കുന്നുണ്ട് അവിടെ വരുന്നത്. ഞാൻ പടിഞ്ഞാറ് താമസിച്ചത്, കണ്ടല്ലൂർ താമസിച്ച സമയത്ത് വന്നിട്ടില്ലാരും. ഇത് ആവശ്യത്തിന് വേണ്ടി 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. എന്തുദ്ദേശത്തിലാണ് ഞാൻ പൈസ കൊടുക്കേണ്ടത്? യവന് സ്ത്രീധനം വേണം, യവന് അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന സാമ്പത്തികം വേണം. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? അവൻ അവിടെ നിന്നിട്ട് ഒരു പൈസ എങ്കിലും അവിടെ ചെലവാക്കിയിട്ടുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാ സാറേ. ഞാൻ ഈ 500 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നും 10 മണിക്കുള്ള ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, ഇത്രയും കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും ഞാനിവിടെ കൊണ്ടുവരും. ഇവന്റെ ഭക്ഷണം വരെ ഞാൻ അവിടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഞാൻ 10 മണിക്ക് അധിക ദിവസം ഇവൻ കഴിക്കത്തില്ല. ഹോട്ടലിലെ ശാപ്പാടേ പറ്റൂ. ഇത് കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞാൽ 3000 രൂപ കിട്ടും. ഇത് അവന്റെ കയ്യിൽ സ്വന്തം. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവനിതൊന്നും വേണ്ട, നമുക്കൊരു പൈസയും വേണ്ട. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ, ഒരു പൈസ വാങ്ങിക്കാൻ വേണ്ട, അവന് അഥവാ തന്നു കഴിഞ്ഞാൽ വാങ്ങിക്കണ്ട, അവരുടെ കയ്യിൽ കാണട്ടെ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ഇതിനോടനുബന്ധിച്ച് രണ്ടുപേരും കൂടെ എന്ത് പ്രശ്നമാണെന്ന് അറിഞ്ഞുകൂടാം. അവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ എവിടെങ്കിലും ഒരു ദർശനമുണ്ട്, പിന്നെ ക്ഷേത്ര ദർശനം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകും. വേളാങ്കണ്ണി ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുന്നുണ്ട്. ഇത് പോകുന്നത് വളരെ സന്തോഷത്തെ, തിരിച്ചു വരുന്നത് മറ്റു രൂപത്തിലാണ്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയിച്ചിട്ടുമില്ല, എന്നെ അറിയിച്ചിട്ടുമില്ല, ഇവരിട്ട് പറഞ്ഞിട്ടുമില്ല. ഒരു കാര്യം ഒരു പൈസ സാറേ ഒരു പൈസയും തന്നിട്ടില്ല. ഒരു പൈസ പോലും തന്നിട്ടില്ല. ഒരു പൈസയുടെ എന്ന് പറഞ്ഞാൽ എന്നിട്ട് സാറേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതേപോലെ തന്നെ ഇവരുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ച് കഴിഞ്ഞുടനെ പറഞ്ഞത്, അതെങ്ങനെയാണ് അവന്റെ കയ്യിൽ പൈസ കാണുന്നത്? നിങ്ങളവിടെ അടിച്ചു പൊളിച്ച് നടക്കൂല്ലേ? നിങ്ങൾ ജോലിക്ക് പോകണ്ടേ? ഒരു കാര്യം കൂടെ പറഞ്ഞു സാറേ, എന്ത് ജോലിക്ക് പോയാലും എവിടെ പോയാലും രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം, ചെലവിന് പൈസ കൊടുക്കണം എന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞു. ഇവിടെ 10 പൈസ പോലും തരണ്ട. പക്ഷെ ഒരു പൈസ പോലും കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുമില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പം ഇവിടെ വേറെ മാറി താമസിക്കാനായിട്ട് 2 പ്രാവശ്യം ഇവൻ പോയി നാട്ടിൽ. അവര് എന്താന്ന് പോലും ചോദിച്ചില്ല. ഇവനെ വഴക്ക് പറഞ്ഞ അവിടെ നിന്ന് പറഞ്ഞു. അച്ഛനുമായിട്ട് അമ്മയായിട്ട് ഇവരുടെ വീട്ടിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ പിന്നെ ഒരു കാര്യം പറയാം. ഇവര് പറഞ്ഞല്ലോ സാറേ, ഇവര് 2 ഭയങ്കര സ്നേഹമുണ്ട്. ഇവര് സ്നേഹിച്ച് കെട്ടിയായിട്ട് സ്നേഹമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസം മുമ്പ് ഇവർ 2 പേരും അറിയാതെ ഈ മോൾ ഇവനെ തിരക്കി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആ സഹോദരി വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ച് ഇവൻ തന്നെ കൊണ്ട് വിട്ടു. ഈ കുഞ്ഞിന്റെ ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ
എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് 2 വയസ്സ് ചില്ലറ, 2 വയസ്സ് 3 മാസം ഉള്ളപ്പോൾ അതിന് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട കാർഡ് ഇത് കംപ്ലീറ്റ് പകുതി കീറിക്കൊണ്ടേ, പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പകുതി അവന്റെ കയ്യിരിപ്പോണ്ട് ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് സഹിതം വലിച്ച് വാരിക്കൊണ്ടാ പോകുന്നത്. നീയൊക്കെ എന്റെ കാല് പിടിക്കാൻ വരുമെന്ന്. എന്തിനാ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത്? കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും. ഇത് ആര് പറഞ്ഞാ? മോള് പറഞ്ഞാണോ അത്? നിങ്ങൾ പോയില്ലായിരുന്നല്ലോ? എവിടെ? ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഞാൻ അറിയാതെ ഈ അടുത്ത സമയത്താണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് സഹിതം കൊണ്ടുപോയെന്ന്. ഈ കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റും എവിടത്തും എല്ലാം കൊണ്ടുപോയെന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് അറിയുന്നത്. കാരണം അതിനുവേണ്ടി പോയതാ. ഞാൻ അറിയുന്നതിന് മുന്നേ ഈ സാധനം ഇവൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പല പ്രാവശ്യവും അങ്ങനെ വിളിച്ചു വരുത്തി. അങ്ങനെ അതിനുവേണ്ടി പോയി എന്നുള്ള കാര്യം സത്യമായിരിക്കാം. പക്ഷെ ഞാൻ അറിഞ്ഞിട്ട് എന്റെ അറിവാലല്ല. ഇങ്ങനെ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നടക്കുമ്പോൾ ഒരു മധ്യസ്ഥത്തിനായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ വേണ്ടപ്പെട്ടവരുമായിട്ട് അവിടെ ചെന്നൊരു ചർച്ചയ്ക്ക് ഇതുവരെ എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധം വന്നാലല്ലേ അവർക്ക് അവരുടെ കുട്ടിയെ ഇങ്ങനെ ഒരു അവസരത്തിൽ വീണ്ടും വിടാനൊക്കെ ഉള്ളൂ മുത്തപ്പ. നിങ്ങളുടെ പെങ്ങളെ ഒരു സ്ഥലത്ത് കെട്ടിച്ചയച്ചു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാരും കൂടെ പോവില്ലേ? ആരെങ്കിലും വരുമോ മുത്തപ്പ? വരും. ഇപ്പൊ ഒരു സങ്കീർണത വന്നു, അവരങ്ങനെ അകന്നു നിൽക്കുന്നു, നിങ്ങൾ വേണമെന്ന് പറയുന്നു. നിങ്ങളെ ഇത് കൂട്ടിയണക്കുമ്പോൾ അവർക്കൊരാശങ്ക ഉണ്ടാവും. നിങ്ങൾ മാത്രമേ ഉള്ളൂ, മുത്തപ്പൻ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു കൂട്ടുകാരനാണ്. വേറെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. സ്വന്തം പെറ്റ മാതാവും അച്ഛനും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അതിനൊരു കാരണം നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഇവളില്ലാത്തതുകൊണ്ടാണ്. അത് കാരണമല്ലല്ലോ, അങ്ങനെ വരില്ലല്ലോ. അങ്ങനെ ഒരാളാ ഈ ആശങ്ക ഘട്ടത്തിൽ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് എങ്ങനെ അയക്കും? പിന്നെ ഇനി എന്തെങ്കിലും അവിടെ വെച്ച് സംഭവിച്ചാൽ ആരും ഉത്തരവാദിയോ? അതൊക്കെയാണ് അവരുടെ ആ പാരന്റ്സിന്റെ ആശങ്കകൾ. പിന്നെ പ്രത്യേകിച്ച് എന്നെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അല്ല, ഒരുപാട് ഇഷ്ടമായിരുന്നെന്നാണ് പറഞ്ഞത്. അല്ല, അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞത് അവര് സന്തോഷമായിട്ട് സ്വീകരിച്ചു അവിടെ താമസിച്ചു എന്നൊക്കെ അല്ലേ? സന്തോഷം വന്നോളെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അതല്ലേ കേട്ടില്ല. പിന്നീടുള്ള ഇത് ഇപ്പൊ നടന്ന സംഭവം. സന്തോഷമായിട്ട് തന്നെയല്ലേ സ്വീകരിച്ചേ? അല്ല, അല്ലാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, 2 കൊച്ചു പിള്ളേർ വീട്ടിൽ ഉണ്ടായിരുന്ന കാര്യം മേഡത്തിന്റെ അടുത്ത് ഞാൻ അതിൽ നിന്ന് അവർക്ക് അതിനുള്ള ഒരു പ്രാപ്തി അതില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു വീടാ ഇങ്ങനെയൊക്കെ ഇതാ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവര് നമ്മളടുത്ത് കാണിക്കും. അത് അവര് നമ്മളില്ലാത്ത സമയത്ത് അവളെ ഫ്രണ്ട് എടുത്തിട്ട് അവള് പറയുമ്പോ നമുക്ക് അത് കേട്ട് നിൽക്കാനുള്ള അത്ര നമുക്ക് കാണത്തില്ല. ഞാൻ സംസാരിക്കുന്നത് ആരെയും ദേഷിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊന്നുമല്ല. ഇത് ഞാൻ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് പഠിച്ചിട്ട് വന്ന രംഗമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. മാഡം ഇന്നലെയും ഇന്ന് കേൾക്കുന്ന രംഗമാണ്. എൻ്റെ മനസ്സും അവളുടെ മനസ്സും തുറന്നാൽ മതി. മറ്റുള്ളവരുടെ ആളുടെ മനസ്സും ഞാൻ തുറക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഇവന്റെ അച്ഛനും അമ്മയും വരാമെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് ഇതാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും. മാഡം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ അടുത്ത് തർക്കുത്തരം അവർക്ക് ഫാമിലി അവർക്ക് ഉറപ്പാണെങ്കിൽ എന്റെ ഫാമിലിനെ ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് അവര് നോക്കട്ടെ. എനിക്ക് ഇവരെയല്ല വേണ്ടേ, ഇവരല്ല, അവരുടെ സ്നേഹം മാത്രമാണ് വേണ്ടത്. ശാരിക പൊട്ടി വീണതൊന്നുമല്ല, അവരുടെ മോളാണിത്. നിങ്ങൾ വളരെ അശ്ലീല ഭാഷയും നിങ്ങളുടെ ഈ സംസാര രീതിയും അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു അമ്മായിയപ്പനാണെന്നുള്ളതോ അമ്മായിയമ്മയാണെന്നുള്ളതോ ആ ചിന്തയില്ലാതെ നിങ്ങൾ അവർ പൈസയുടെ കാര്യം പറയുന്നില്ല, അതവർക്ക് വിഷയമല്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒന്നിച്ച് ആ കുടുംബത്തിൽ ആഘോഷിച്ച് കഴിയാൻ അവർ തയ്യാറാണ്. നിങ്ങൾ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് അവരുടെ മുമ്പിൽ കാണുമ്പോൾ ഒരിക്കലും ഒരു തന്തേ നല്ല സഹിക്കത്തില്ല. സഹിക്കോ? നിങ്ങളുടെ കൊച്ചിനെ വേറൊരാൾ ഉപദ്രവിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കൂ? മുന്നിലിട്ട് പെടലിക്കും കർണത്തും ഒക്കെ അടിക്കുന്നു. ഒരു കുട്ടിക്ക് അന്വേഷിച്ചു കൊടുക്കാൻ തന്റെ ഇടം ഉള്ളവനാണ് തീർച്ചയായിട്ടും ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ട് കൊടുക്കും. ഈ 2 പ്രാവശ്യവും ഞാൻ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഞാൻ അഡ്വാൻസ് കൊടുത്ത എന്റെ ഒരു സുഹൃത്തിന്റെ വീട് തന്നെ ലാസ്റ്റ് അവരറിയുന്നേ എന്റെ മകളുടെ താമസിക്കാനാണെന്ന്. ആ വീട്ടിൽ നിന്ന് തന്നെ ഈ കുഞ്ഞിന് ഇടി കൊണ്ടിട്ട് മാക്സ് കീറിയിട്ടാണ് ഊരിയെടുക്കുന്നത്. എന്താ കാരണം? ആശുപത്രി സാറേ, യവന് വേണ്ടെന്ന് പറഞ്ഞാൽ കാശ് വേണം. ദൂരത്തടിക്കാനോ ടൂറ് പോകാനോ കാശ് വേണം. കാശ് സാമ്പത്തികം കയ്യിലില്ലാതെ വരുന്നുണ്ട്. ഇത് കാണിക്കുക. പല പ്രാവശ്യവും അങ്ങനെ ആയിട്ടുണ്ട്. വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അറിയാതെ രാധിക കൊടുക്കാറുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്, രാധിക അറിയാതെ ഞാൻ കൊടുക്കുക. കുഞ്ഞിനെ ഈ ഇത്ര 1.5 വയസ്സുള്ള കുഞ്ഞിനെ ആ കട്ടിലെ കാലെ കെട്ടിയിടുന്ന രംഗമൊക്കെ ഉണ്ട്. ശരിയായൊരു പക്വതയോടുകൂടി അല്ല മുത്തപ്പൻ കൈകാര്യം ചെയ്യുക. അതാണ് കാരണം അല്ലെ? നിങ്ങൾ കാണുന്ന മനസ്സിലാക്കിയ കാരണം അതാണ്. ഈ കുട്ടിയെ കൂടെ പോയി താമസിക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യമേ ഉള്ളൂ, അയാള്
ഞാൻ ഡൈവേഴ്സ് ഒരിക്കലും കൊടുക്കാൻ തയ്യാറല്ല, എൻ്റെ കുഞ്ഞും ഭാര്യയും വേണമെന്ന്. കുഞ്ഞും ഭാര്യയും സ്വിച്ചിട്ടതുപോലെ വരാൻ അവർക്ക് ഒരിക്കലും തയ്യാറല്ല. നിങ്ങളിൽ വിശ്വാസമില്ല. പക്ഷെ ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് ആ കുഞ്ഞിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞിൻ്റെ ചെലവ് നിർവഹിക്കാനും അയാൾ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അപ്പോൾ ഇടസമയത്ത് കുഞ്ഞിൻ്റെ സ്കൂൾ എഫക്റ്റ് ആവാത്ത രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാതെ വളരെ മാന്യമായിട്ട് വരിക, ആ കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക, ഇരിക്കുക, പോവുക. അത് മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. അല്ലാതെ ഇവർ തങ്ങൾ യോജിക്കുന്ന കാര്യമോ പോയി താമസിക്കുന്ന കാര്യമോ നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ആദ്യം അത് ചോദിച്ചു, അവരോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. തൽക്കാലം എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് വിശ്വാസമില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് വിശ്വാസമില്ല, ഒന്നിച്ച് ജീവിച്ചിറങ്ങും, പിന്നെ നമുക്കെന്താ വിശ്വാസം? നമ്മളാരും നിർബന്ധിക്കില്ല അങ്ങനെയുള്ളവർ. നിങ്ങൾ ചർച്ച ചെയ്ത് പിന്നീട് ഫാമിലി കോടതിയിൽ വെച്ചിട്ട് പിരിഞ്ഞോളൂ. ലോഹ്യത്തിൽ കേസൊന്നും നടത്താതെ പിരിയാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ മുമ്പായി അതുവരെയും അതെന്ന് നടക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുവരെയും കുഞ്ഞച്ഛനെ മറക്കരുത്. അച്ഛനും ഉണ്ടൊരവകാശം എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന്. ഇത് രണ്ടും നിങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചു രാത്രി താമസിപ്പിക്കണ്ട. കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ കുഞ്ഞിനെ, അയാൾ ഇഷ്ടമല്ല. അപ്പം നിങ്ങളെ വീടേ ഉള്ളൂ, പിന്നെ ഒരു അത്താണി. നിങ്ങളെ വീട്ടിൽ തന്നെ അയാൾ വരട്ടെ. വന്നിട്ട് അയാൾ കുറച്ച് മണിക്കൂറുകളോളം ആ കുഞ്ഞുമായിട്ട് ചെലവഴിച്ച് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് വരിക, 5 മണി വരെ നിങ്ങൾക്ക് അവിടെ പറ്റത്തില്ല, സാധിക്കാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങളിപ്പോ ഞായറാഴ്ച മുഴുവനും വേണ്ടല്ലോ. അവൻ 1 മണിക്ക് പോയിട്ട് 5 മണിക്ക് അവിടെ അതാണ്. അപ്പൊ അതാണ് മര്യാദ. തൽക്കാലം അതാ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണാൻ പോകുമ്പോ മാസത്തിലൊരിക്കൽ കുഞ്ഞിന്റെ ചെലവ് ഏൽപ്പിക്കും. മാസത്തിൽ ഒരുക്കുകയാണോ കാണാൻ? അല്ല അല്ല, ചെലവിന്റെ പൈസ മാസത്തിൽ ഒരുക്കുക മോളുടെ കയ്യിൽ എനിക്ക് ചിലപ്പോ ഇവര് എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ആ ബാങ്ക് അക്കൗണ്ട് എനിക്ക് വിശ്വാസം വരത്തില്ല. എത്ര വെച്ച് മുത്തപ്പന് കൊടുക്കാൻ സാധിക്കും ഒരു മാസം? എന്റെ മോക്ക് 2000 വെച്ച് ഞാൻ മാസത്തിൽ കൊടുക്കാം. എന്റെ മോള് 18 വയസ്സാകുമ്പോ എന്റെ മോക്കൊരു തുക വേണം. അതല്ല, അത് ഞാൻ ചിന്തിച്ചല്ല. ഇത് കൊച്ചിന്റെ പാല്, ഭക്ഷണം, 2000 ഉണ്ട്. ആയിക്കോട്ടെ, എന്താ പറയുന്നത്? ഇത് നമുക്ക് നോക്കാം. ഇതൊരു അതിന്റെ ഞാൻ നോക്കിക്കോളാം എന്റെ കുഞ്ഞിനെ. ഈ പൈസ നോക്കിയുടെ ആവശ്യമില്ല എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ലേ. നോക്കി ഇത്രയും വർഷം അതിനെ നോക്കാന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്കാണ് ഒരു അച്ഛൻ വന്ന് വേണ്ട നോക്കണ്ടേ. ഈ 3.5 വർഷമായി. ഇപ്പഴും ഞാൻ എന്റെ മോളെ നോക്കുന്നത്. ഈ 2000 രൂപയ്ക്ക് വേണ്ടിട്ട് എന്റെ മോളെ വന്ന് കാണണമെന്നുള്ള നിർബന്ധം. അത് വേറെ കാര്യമാണ്. കാണലയാളുടെ റൈറ്റാ, അത് അയാളുടെ റൈറ്റാ. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ 2000 രൂപ തൽക്കാലം അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ 2000 രൂപ കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ നിക്ഷേപിക്കുക. അതെ, അതാണല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വ്യവസ്ഥ വന്നിപ്പോ നിങ്ങളുടെ ദാമ്പത്യം സങ്കീർണമാണ്. അത് സാവധാനം നിങ്ങൾ പിരിയുകയോ യോജിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. പിരിയണമെങ്കിലും യോജിക്കണമെങ്കിലും കുടുംബ കോടതിയിൽ അർജി കൊടുത്ത് കോംപ്രമൈസിന്റെ പാതയിൽ നിങ്ങൾക്ക് 2 ഭാഗത്തേക്കും പിരിയാം. അതുവരെ പിതാവെന്നുള്ള നിലയ്ക്ക് ആ കുഞ്ഞിനെ വന്ന അയാൾക്ക് കാണേണ്ട അയാൾക്കൊരു അവകാശമുണ്ട്. കുഞ്ഞിന് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടേണ്ട അവകാശം കുഞ്ഞിനുമുണ്ട്. ഈ 2 കാര്യങ്ങളും ഇപ്പൊ തൽക്കാലം നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒട്ടേറെ സമയത്തിന്റെ ഭൂരിഭാഗവും തർക്കവും ചർച്ചയും ഒക്കെ ആയിട്ട് എന്തായാലും ഒടുവിലൊരു തീർപ്പ് കൽപ്പിക്കാൻ കോടതിക്ക് സാധിച്ചു. വായിക്കുകയാണ് ഇവിടെ സാർ. തൈക്കൂട്ടം പുരയിടം 5 തെങ്ങ് തിരുവനന്തപുരം മുത്തപ്പൻ 33 വയസ്സ് എന്ന ആൾ ടിയാൻ്റെ ഭാര്യയും ബി ശശിയുടെ മകളും ചെട്ടിക്കുളങ്ങര മാവേലിക്കര താമസക്കാരിയുമായ ശാരികയും തമ്മിൽ അവരുടെ കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ചും അനുബന്ധ കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നു. 1. ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ഞങ്ങൾ കുടുംബ കോടതി മുഖേന പരിഹരിക്കുന്നതാണ്. 2. ഞങ്ങളുടെ കുട്ടിയായ ജോഷ്ന 6 വയസ്സിനെ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ ശാരികയുടെ വീട്ടിൽ വന്ന് അച്ഛനായ മുത്തപ്പൻ എന്ന സജിക്ക് കണ്ട് സ്നേഹിച്ച് വാത്സല്യം പ്രകടിപ്പിച്ച് പോകുവാനുള്ള അവസരം ശാരികയും അവരുടെ മാതാപിതാക്കളും സജിയും പരസ്പരം സമ്മതിക്കുന്നു. 3. കുട്ടിയുടെ ചിലവിലേക്കായി മാസം തോറും 2000 രൂപ വീതം കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി സജി എന്ന മുത്തപ്പൻ നിക്ഷേപിക്കുന്നതുമാണ്. 4. SSLT സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ശാരികയ്ക്ക് സജി തിരിച്ചേൽപ്പിക്കുകയും ശാരിക അത് കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നു. 5. സജി കുട്ടിയെ കാണാൻ ശാരികയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 2 കൂട്ടർക്കും പ്രകോപനപരമായ രീതിയിൽ ഒരു പെരുമാറ്റവും ഉണ്ടാവുകയില്ല. 6. കുട്ടിയുടെ ഭാവിയിലേക്കുള്ള ആരോഗ്യ പ്രശ്നം, വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങൾ 2 കൂട്ടരും പരസ്പരം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. 7. ഈ വ്യവസ്ഥകൾ ആരെങ്കിലും പാലിക്കാതെ വന്നാൽ അവാർഡ് വിധിയുടെ ലംഘനം എന്ന നിലയിൽ നിയമ നടപടികൾ എടുക്കാവുന്നതാണ്.
അങ്ങനെ എന്തായാലും പരാതിക്കാരനായ മുത്തപ്പൻ ഒത്തിരി നിരാശനായിട്ടാണ് മടങ്ങുന്നതെങ്കിലും ഒട്ടേറെ സമയം പാനലും ഞാനും ഞങ്ങളിൽ പലരും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ശാരികയും കുടുംബവും അവരുടെ വേദനകളും കാര്യങ്ങളും കൊണ്ടായിരിക്കാം ആ ഒരു ശ്രമത്തിന് യോജിച്ച് നിന്നില്ല. ഒന്നും അറിയാത്ത പ്രായത്തിൽ ഒരു പെൺകുട്ടി എടുത്ത തീരുമാനം അല്ലെങ്കിൽ ഒരു അബദ്ധം അത് തിരുത്താനുള്ള അവസരം അവരുടെ രക്ഷിതാക്കളും ചെയ്തില്ല. പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം അവർക്ക് ദുരനുഭവങ്ങളായിരുന്നെങ്കിലും ഇപ്പോൾ തിരുത്താൻ കിട്ടിയ ഒരു സുവർണാവസരം അവർ വീണ്ടും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.